കഥ എൻ്റെ യാത്ര. കഥ അവതരണം ദേവിക. ഞാൻ ഗംഗ. ഏപ്രിൽ മാസത്തിലെ വെയിൽ തെളിഞ്ഞ ഒരു പുലർവേളയിൽ ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി. പുറംകാഴ്ചകൾ കണ്ട് ഞാനിരുന്നു. ഇളം വെയിലിൻ്റെ നേർത്ത ചൂടിൽ ഞാൻ രാവിലത്തെ തണുപ്പറിഞ്ഞില്ല. എനിക്ക് ചെറുതായി ഉറക്കം വന്നു തുടങ്ങി. എന്നാലും ഉറക്കത്തെ ഞാൻ പുറം കാഴ്ചകളിലേക്ക് തിരിച്ചുവിട്ടു. കാഴ്ചകൾ കാണുമ്പോഴും ഞാൻ ചെന്നെത്തേണ്ട സ്ഥലത്തെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്തകളെല്ലാം. ഞാൻ യാത്ര ചെയ്യുന്ന ബസ് അങ്ങേയറ്റേക്കുള്ള ഏക ബസ്സാണ്. അവിടെ ചെന്നിറങ്ങുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏട്ടൻ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. റോഡിൻ്റെ വശങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു. അങ്ങനെ യാത്ര ചെയ്യവേ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ്. അവിടെ ഒരു വനിതാ ഗാർഡ് ഇരിക്കുന്നു. വനത്തിൽ ഉള്ളിലാണ് എൻ്റെ ഗ്രാമം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വരുമ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ, ഞാൻ ഓർത്തു. അവിടെ ഇരുന്നിരുന്ന വനിതാ ഗാർഡ് റോഡിന് വിലങ്ങനായിട്ടിരുന്ന ചങ്ങല ക്രെയിൻ ഉയർത്തി. നിത്യം വന്നു പോകുന്ന വയസ്സായതുകൊണ്ട് അവർ പരിശോധന ഒന്നും നടത്തിയില്ല. മറ്റ് ചെറുവാഹനങ്ങൾ പരിചയമില്ലാത്തവ, അവിടുത്തുകാർ അല്ലാതെ പുറത്തു നിന്ന് വരുന്നവ ചെക്കിംഗ് ഉണ്ടാവാറുണ്ട് എന്ന് ബസ്സിൽ നിന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടു. ബസ് നീങ്ങി. ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. എത്ര നേരം ഞാൻ മയങ്ങി എന്നറിയില്ല. പെട്ടെന്ന് ബസ് ഒരു കുലുക്കത്തോടെ നിന്നു. ഞാൻ മയക്കം ഞെട്ടി ഉണർന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അടുത്തിരുന്ന ആളോട് ഞാൻ കാര്യം തിരക്കി. അങ്ങോട്ടേക്കുള്ള പാലം ഇന്നലത്തെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നിരിക്കുന്നു, അവർ പറഞ്ഞു. ഞാൻ ഞെട്ടി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങണം എല്ലാവരും എന്ന് കണ്ടക്ടർ പറഞ്ഞു. ബസ്സിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഇനിയും ഏറെ ദൂരം പോകണം. ബസ്സിലുള്ളവർ എത്ര ദൂരം വരെ കൂടെ കാണുമെന്നറിയില്ല. അവരോടൊപ്പം ഞാനും ഇറങ്ങി. പരിചയമുള്ള ഒരു മുഖം പോലും ഇല്ല. പാലം തകർന്നു പോയെങ്കിലും ഇറങ്ങി നടന്ന് മറുകര എത്താമായിരുന്നു. മറ്റുള്ളവരോടൊപ്പം ഞാനും മറുകരയെത്തി യാത്ര തുടങ്ങി. ഞാൻ ഫോൺ എടുത്ത് നോക്കി. രക്ഷപ്പെട്ടു. എൻ്റെ ഭാഗ്യം കൊണ്ടോ കാരണന്മാരുടെ ഭാഗ്യം കൊണ്ടോ റേഞ്ച് ഇല്ല. ഇന്ന് വരുമെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് എന്നെ കാത്ത് ഏട്ടൻ നിൽക്കാമെന്ന് എനിക്കറിയാമായിരുന്നു. സംസാരിച്ച് മറ്റുള്ളവരെ വേഗം കയ്യിലെടുക്കുന്ന ഞാൻ പെട്ടെന്ന് തന്നെ കൂടെയുള്ളവരുമായി പരിചയത്തിലായി. ഭാഗ്യം, അതിൽ കുറേ പേർ എനിക്ക് പോകേണ്ട സ്ഥലത്തിനടുത്ത് വരെ ഉള്ളവരായിരുന്നു. എങ്കിലും ഞാൻ തനിയെ കുറച്ച് ദൂരം നടക്കണമായിരുന്നു. അതോർത്തപ്പോൾ ചെറിയൊരു വിഷമവും എനിക്ക് തോന്നി. വനത്തിലൂടെയുള്ള യാത്ര. അങ്ങനെ സംസാരിച്ച് നടക്കുന്നതിടയിൽ പെട്ടെന്ന് എൻ്റെ കാലിൽ ഒരു തണുപ്പ്. ഞാൻ നോക്കി. ഒരു അട്ട കടിച്ചിരിക്കുന്നു. വനത്തിൽ ഇത് പതിവാണ്. എൻ്റെ മുഖം പേടി കൊണ്ട് വിളറി. പേടിക്കണ്ട, ഒരു ഇല കൊണ്ട് പറിച്ചെടുത്ത് കളയൂ, കൂടെയുള്ള ഒരാൾ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും അട്ട കാലിൽ കടിച്ചിരുന്നു. എൻ്റെ കണ്ണു നിറഞ്ഞു. ഉടനെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഇല പറിച്ച് അട്ടയുടെ മേലെ അമർത്തി പിടിച്ച് അട്ടയെ വലിച്ചെടുത്ത് കളഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, അവർ നിർദ്ദേശിച്ചു. തോളിൽ കിടക്കുന്ന ബാഗിൻ്റെ ഭാരം കാരണം എനിക്ക് നടക്കാനും പ്രയാസമായിരുന്നു. അവർ ആ ദേശക്കാർ. നാട്ടിൻ പുറത്തുകാരിയായി ഞാൻ എങ്ങനെ അവരുടെ ഒപ്പമെത്താൻ? നടപ്പിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ഇടയ്ക്ക് യാത്രക്കാർ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഞാൻ ഫോൺ ഒന്നുകൂടെ നോക്കി. ഭാഗ്യം, 2 കട്ടുകൾ റേഞ്ച് കാണിക്കുന്നു. ഉടനെ ഞാൻ ഏട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. പേടിക്കണ്ട, നീ നടന്നോളൂ, പാതി വഴിയിൽ ഞാൻ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു. എനിക്ക് ധൈര്യമായി. മുൻപ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ചേച്ചി മാത്രമായി. ചേച്ചിയോട് വിശേഷങ്ങൾ ചോദിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു. മാലതി, അതാണ് അവരുടെ പേര്. ഭർത്താവ്, 2 കുട്ടികൾ, അച്ഛൻ, അമ്മ അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. വനമേഖലയും ഉൾഗ്രാമവും ആണെങ്കിലും കാപ്പി വേലവും ആയിരുന്നു അവിടുത്തെ പ്രധാന കൃഷിവിളകൾ. കൂലിപ്പണിക്കും തൊഴിലുറപ്പിനും പോയി അവിടുത്തെ കുടുംബം കഴിയുന്നത്. ഉൾവനത്തിലാണെങ്കിലും ഈ അടുത്ത കാലത്താണ് അവിടെ കറണ്ട് എത്തിയത്. എനിക്ക് ഫോൺ ചാർജ് ചെയ്യാമല്ലോ, ഞാൻ ആശ്വസിച്ചു. ഉൾഗ്രാമമാണെങ്കിലും കുട്ടികൾ പഠിക്കാൻ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുള്ള ഒരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു.
പഠന സൗകര്യം ഉണ്ടെങ്കിലും യാത്ര ദുരിതമായിരുന്നു അവിടുത്തെ ഏക വിഷയവും. പെട്ടെന്ന് അവർ നിന്നു. ഈ വഴിയാണ് എനിക്ക് പോകേണ്ടത്, മാലതി പറഞ്ഞു. ഒരു ചെറിയ ഇടവഴിയിലേക്ക് അവർ കൈ ചൂണ്ടി. ഞാൻ പെട്ടെന്ന് വല്ലാതെയായി. എനിക്ക് ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്, മാലതി പറഞ്ഞു. നീ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ആനയെ കാണാറുള്ളതാണ്, സൂക്ഷിക്കണം. ഇതും കൂടിയായി കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യാതായി. നിന്നെ കൂട്ടാൻ ആൾ വരുമോ? മിണ്ടാതെ നിന്ന എന്നോട് അവർ ചോദിച്ചു. വരും, പാതി വഴിയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു. എന്നാൽ ശരി, പിന്നെ കാണാം. അവർ യാത്ര പറഞ്ഞു പോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ നിന്ന ഞാൻ എന്തും വരട്ടെ എന്ന് ചിന്തിച്ച് മെല്ലെ നടന്നു നീങ്ങി. ഒപ്പം എൻ്റെ കാലിൽ അട്ട കടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനും ഞാൻ മറന്നില്ല. കാരണം അതെടുത്ത് കളയാൻ ഇനി എൻ്റെ കൂടെ ആരുമില്ലല്ലോ. കുറച്ചു ദൂരം നടന്നപ്പോൾ എന്നിലുള്ള ഭയം നീങ്ങി തുടങ്ങി. കാടിൻ്റെ വന്യ സൗന്ദര്യവും കിളികളുടെ ശബ്ദവും പതിയെ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. ഞാൻ പോകുന്ന വഴിയിൽ കണ്ട വലിയ ഒച്ചുകൾ, തിളങ്ങുന്ന പച്ച നിറമുള്ള വലിയ തേളുകൾ, മാനം മുട്ടേ നിൽക്കുന്ന വൻമരങ്ങൾ. ആ വലിയ മരങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് തോന്നി. കൈ എത്തില്ല എങ്കിലും വിവിധ തരം സസ്യങ്ങളും പൂവുകളും മരങ്ങൾ തോറും ചുറ്റി പാടി നടക്കുന്നു. കുരങ്ങുകളും വലിയ മലയണ്ണാനും. നാട്ടിൻപുറത്ത് ഞാൻ കണ്ടുവരുന്ന ചെറിയ അണ്ണാൻ അല്ലാട്ടോ ഇത്, കറുപ്പും ചുവപ്പും കലർന്ന വരകളുള്ള വലിയ മലയണ്ണാൻ. ഞാൻ ആദ്യമായി കാണുകയായിരുന്നു ഇവയെല്ലാം. ഈ കാഴ്ചകളെല്ലാം എന്നിലേറെ കൗതുകം ഉണർത്തി. ഇവയൊക്കെ ഏറെ നേരം നോക്കി നിൽക്കാൻ എനിക്ക് തോന്നിയെങ്കിലും തനിച്ചാണ് എന്ന തോന്നൽ എൻ്റെ നടപ്പിൻ്റെ വേഗത കൂട്ടി. ഇപ്പോൾ ഞാൻ ഏറെ ദൂരം പിന്നിട്ടെന്ന് തോന്നുന്നു. കാണാൻ ഭംഗി ആസ്വദിച്ച് വന്നതുകൊണ്ട് യാത്ര ദൂരം അറിഞ്ഞേയില്ല. അല്ല, എൻ്റെ ഏട്ടനെ കാണാനില്ലല്ലോ, ഞാൻ ഓർത്തു. സംഭരിച്ച് ധൈര്യം ചോർന്നു പോകാൻ തുടങ്ങി. ആരെങ്കിലും കൂടെ വരാമെന്ന് വീട്ടിൽ പറഞ്ഞതാണ്. ഞാൻ സമ്മതിച്ചില്ല. കാരണം ബസ് വീടിന് കുറച്ച് അകലെയുള്ള സ്റ്റോപ്പ് വരെയുണ്ട്. പിന്നെ എന്തിനു പേടിക്കണം? ആ ധൈര്യമാണ് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. റോഡിൻ്റെ വശങ്ങളിലെ മണ്ണിടിഞ്ഞിരിക്കുന്നു. അതുപോലെ കാടുകൾ ചാഞ്ഞും ചവിട്ടിയും ഇട്ടിരിക്കുന്നു. വീതിയോടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കുറച്ച് മാറി ഈറ്റകൾ വലിച്ചൊടിച്ചിട്ടിരിക്കുന്നു. കൂടാതെ ആനപ്പിണ്ടവും കിടക്കുന്നു. അല്പം മുമ്പ് ആനകൾ കടന്നുപോയതിൻ്റെ ലക്ഷണം. പേടിച്ച് വിറച്ചു പോയ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. സർവ്വ ദൈവങ്ങളെയും വിളിച്ചു. ഞാൻ മുന്നോട്ട് ആഞ്ഞ് കാലുകൾ വലിച്ചു നടന്നു. എന്നിൽ ഭയം വന്ന് നിറയാൻ തുടങ്ങി. അപ്പോൾ അത്ര നേരം കേൾക്കാതിരുന്ന ഭയപ്പെടുത്തുന്ന വിവിധതരം ശബ്ദങ്ങൾ കാടിൻ്റെ ഉള്ളിൽ നിന്നും വന്ന് എന്നെ പൊതിയാൻ തുടങ്ങി. നടക്കുംതോറും വനത്തിൻ്റെ വന്യത ഒരു എരിളിമ വന്നു തുടങ്ങി. ഈ ഏട്ടനെ കാണാത്തതെന്തേ എന്ന ചിന്തയോടെ ഒരു വളവ് തിരിഞ്ഞു വന്നപ്പോൾ ദാ വരുന്നു എൻ്റെ ഏട്ടൻ. എനിക്കുണ്ടായ സന്തോഷവും സങ്കടവും പറഞ്ഞറിയിക്കാൻ വയ്യാതായി. നിറഞ്ഞു തുളുമ്പുന്ന മെഴികളോടെ ഒരു ചെറിയ ഏങ്ങളോട് ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ഏട്ടനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. തുടർന്ന് എൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി തൊള്ളിട്ട് എൻ്റെ കൈ കോർത്ത് പിടിച്ച് നടന്നു. അപ്പോഴും എൻ്റെ കാലിൽ അട്ട കടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാൻ മറന്നില്ല. കഥ ഇവിടെ തീരുവാണ്. സപ്പോർട്ട് ചെയ്യണേ. കേൾക്കാൻ കാണിച്ച തന്മനസ്സിന് നന്ദി.